ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല ഈവനിങ് സ്നാക്കായിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് സ്ക്രാമ്പിൾ ആണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മതി. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും മുട്ടയാണ്. അപ്പം ഈ ബ്രെഡ് സ്ക്രാമ്പിൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ബ്രെഡ് സ്ക്രാമ്പിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ബ്രെഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ 5 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി അതിലേക്ക് കട്ട് ചെയ്ത ബ്രെഡ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറിൽ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടറിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡ് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് സ്പേസ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും വെജിറ്റബിൾസും കൂടിയുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആദ്യം മുട്ട മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഇനി ബ്രെഡും മുട്ടയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മിക്സർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചിട്ടില്ല, പകുതി മാത്രം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് എല്ലാ ബ്രെഡിലും കോട്ട് ചെയ്തില്ല. അത് കാരണം പകുതി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ആക്കിയിട്ട് അതിലേക്ക് പിന്നെയും മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിപ്പം മുട്ടയും ബ്രെഡും എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്ക്രാമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. അതേപോലെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.